സ്മാർട്ട് ബ്രദേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ മൈദമാവ് കുഴക്കാനായിട്ട് ഈസ്റ്റും പിന്നെ ഉപ്പും പഞ്ചസാരയും ചേർത്ത ഇളം ചൂടുള്ള വെള്ളമാണിത്. ഇത് നമ്മൾ മാവിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കരുത്. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഇതിൻ്റെ മേളിൽ കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മാവ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഈ പിസ്സ സോസ് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും കൂടി ഉള്ളിൽ ഇട്ടിട്ടാണ് ഇത് ഞാൻ ചൂടാക്കി. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് വലിയൊരു തക്കാളി എടുത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് അങ്ങനെയാണ് ഞാൻ മുളക് പൊടിയും ഉപ്പും നമ്മൾ പിസ്സ സോസിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അങ്ങനെയാണ് ഞാൻ ഈ പിസ്സ സോസ് തയ്യാറാക്കിയത്. ഈ പാനിലേക്ക് നമുക്ക് പിസ്സ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. മാവ് പരത്തുന്നതിന് മുമ്പ് ഞാൻ വെജിറ്റബിൾ ഓയിൽ താഴത്ത് പാനിൽ പരത്തിയിട്ടാണ് ഞാൻ ഇത് ഞാൻ കമത്തി പരത്തിയത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ നല്ലോണം ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് മൊസറല്ല ചീസ്. നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മൾ ഒലീവാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഇനി നമുക്ക് സവാള അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓനിയൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ചീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് അടച്ച് മൂടി 15 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. ഇപ്പം എൻ്റെ പിസ്സ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ രുചികരമായ വ്യത്യസ്ത ഈ പിസ്സ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.